പുരോഗമന കലാസാഹിത്യ സംഘം പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഷാജി എൻ കരുണിനെയും ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ കെ.പി. മോഹനെയും ട്രഷററായി ടി.ആർ. അജയനെയും സംഘടനാ സെക്രട്ടറിയായി എം.കെ. മനോഹരനെയുമാണ് തെരഞ്ഞെടുത്തത്. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് എം ചേരുന്നു. സന്തോഷ്, എന്തൊക്കെ പ്രഖ്യാപനങ്ങളോടുകൂടിയാണ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതടക്കം പൂക്കാസയുടെ സംസ്ഥാന സമ്മേളനം മുമ്പോട്ട് വെക്കുന്നത്? അജിംഷാദ്, ഇന്നലെയും ഇന്നുമായി കണ്ണൂരിൽ നായനാർ അക്കാദമിയിൽ ചേർന്ന പുകാസയുടെ സംസ്ഥാന സമ്മേളനം പുതിയ ഭാരവാഹികളെയും കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തതിന് ശേഷമാണ് സമ്മേളനം പിരിഞ്ഞത്. പ്രസിഡന്റായി ഷാജി എൻ കരുണിനെയും ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ കെ.പി. മോഹനെയും സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ട്രഷററായി ടി.ആർ. അജയൻ, സംഘടനാ സെക്രട്ടറിയായി എം.കെ. മനോഹരൻ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ഏറ്റവും പ്രധാനമായും ഈ സമ്മേളനം കൈക്കൊണ്ടുന്ന തീരുമാനം ഒരു ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഉയരുന്ന ഭീഷണികൾക്കെതിരെ മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെയുള്ള സാഹിത്യ കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു യോജിച്ച പോരാട്ടത്തിന് നേതൃത്വം നൽകേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനമായി പുകാസയുടെ പ്രവർത്തനം മാറിക്കൂടാ എന്നുള്ള തീരുമാനമാണ് പ്രധാനമായും എടുത്തത്. അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക മേഖലകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവയ്ക്കെല്ലാം എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന ഈ ഒരു പുരുഷ മേധാവിത്വം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ സമരം സംഘടിപ്പിക്കാനും പുകാസ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ WCCയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും സമ്മേളനം തീരുമാനിച്ചു. അജിൽ സാർ. ശരി, സന്തോഷം.